നിയമനം നടത്തിയിരിക്കുന്നത് നിയമം അനുസരിച്ചാണ്. പക്ഷെ അതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളത്, ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു നിയമം, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് എന്ന് പറയുന്ന 2023 പാർലമെന്റ് പാസാക്കിയ ഈ ഒരു നിയമം, ഇതില് വളരെ ബേസിക്കായ, വളരെ അടിസ്ഥാനപരമായ ചില തകരാറുകൾ ഉണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. അതായത് ഒന്നാമത്തെ കാര്യം, ഈ നിയമം തന്നെ ഒരു മെജോറിറ്റി ഗവൺമെന്റിന്റെ ഫേവറിൽ, ഗവൺമെന്റിന് വേണ്ടി ഒരു മെജോറിറ്റി സൃഷ്ടിക്കുകയാണ് ഈ നിയമം തന്നെ. കാരണം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രിയെ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ഒരു മന്ത്രിയും ഇതിനകത്ത് മെമ്പർ ആകുക വഴി നിയമം തന്നെ ഒരു മെജോറിറ്റി ഗവൺമെന്റിന്റെ ഫേവറിൽ ഉണ്ടാക്കി വെക്കുന്നു എന്നുള്ളത് വളരെ ബേസിക്കായ ഒരു തകരാറാണ് ഈ നിയമത്തിന്. കാരണം അതിൽ 3 അംഗങ്ങളുള്ളത്, ഈ അംഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയണം. കാരണം നമ്മുടെ എലക്ഷൻസ് ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം എന്നുള്ളത് അത് വാസ്തവത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല ഈ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഏകദേശം 90 കോടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു രാജ്യം, അത്ര ബൃഹത്തായ, അത്ര മാസീവായ ഒരു എക്സസൈസ് നടക്കുമ്പോൾ അത് നടത്തുന്ന അല്ലെങ്കിൽ നടത്താൻ ചുമതലയുള്ള ആളിന് ആ ഒരു ഇംപാർഷ്യാലിറ്റി, ഒബ്ജക്ടിവിറ്റി, ഫെയർനെസ്, ഈ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ആവശ്യമാണ്, വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വെച്ചിരിക്കുന്ന കമ്മിറ്റി, അത് 3 അംഗങ്ങളുള്ള ഈ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി, ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ, പിന്നെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി, ആ ഒരു അംഗത്തിന് യാതൊരു വിധമായ ഫ്രീ വിൽ, അതായത് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒരു കാര്യം തീരുമാനിക്കാനോ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് ഈ പാർലമെന്ററി സിസ്റ്റം, ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ 2 ബേസിക് ആയിട്ടുള്ള 2 തകരാറുകളാണ് ഈ നിയമത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒന്നാമത്തേത്, ഈ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് എതിരായിട്ടുള്ള ഒരു പ്രൊവിഷനാണിത്. ബേസിക് സ്ട്രക്ചറിന് എതിരായതുകൊണ്ട് നാച്ചുറലി ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വാസ്തവം പറഞ്ഞാൽ അതൊരു ആർബിട്രറി എക്സസൈസ് ഓഫ് പവർ എന്നാണ് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന് വളരെ അടിസ്ഥാനപരമായ തകരാറുകളുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശ്രീ പി.ടി. ആചാര്യ, ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി, ഒരു നിയമം നിർമ്മിക്കും